ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പാലക്കാടൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൽപ്പാത്തിയുടെ വീതികളിൽ കൂടിയാണ്. പാലക്കാട് നിന്നും 2 കിലോമീറ്റർ മാത്രം സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. കേരളത്തിൻ്റെ ദക്ഷിണ കാശിയെന്നും പൈതൃക ഗ്രാമമെന്നും അറിയപ്പെടുന്ന സ്ഥലമാണ് കൽപ്പാത്തി. നിള തീരത്ത് തമിഴ് ബ്രാഹ്മണർ കൂടുതലായി ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഗ്രാമമാണ് കൽപ്പാത്തി. കൂടാതെ രഥോത്സവത്തിന് പേരുകേട്ട ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൽപ്പാത്തിയിലാണ്. എല്ലാ വർഷവും തുലാമാസം 28, 29, 30 തീയതികളിലാണ് ഇവിടെ രഥോത്സവം നടക്കുന്നത്. പാലക്കാട്ടെ ഒരു സാംസ്കാരിക ഉത്സവം കൂടിയാണ് കൽപ്പാത്തിയിലെ രഥോത്സവം. ഇവിടുത്തെ പ്രതിഷ്ഠ കാശി വിശ്വനാഥ പ്രഭുവും പത്നി ആദിപരാശക്തിയായ വിശാലാക്ഷിയുമാണ്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ചെറിയ ഷോപ്പിൽ രാവിലെ നല്ല തിരക്കാണ്. ക്ഷേത്രത്തിൽ വന്നവരാണെങ്കിലും രാവിലെ നടക്കാനും ഒക്കെ ആയിട്ട് പോയവരൊക്കെ ആണെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു കോഫി കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രുചി അറിയാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കോഫിക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. നമ്മൾ സാധാരണ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ പുറത്ത് മറ്റ് ഹോട്ടലുകളിൽ നിന്നൊക്കെ കുടിക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള രുചി തന്നെയായിരുന്നു കൽപ്പാത്തിൽ നിന്ന് നമ്മൾ കുടിച്ച ഈ ഒരു കോഫിക്ക് ഉണ്ടായിരുന്നത്. ഗ്രാമീണതയും പൈതൃകവും സംസ്കാരവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൽപ്പാത്തിയുടെ തെരുവിൽ കൂടി കുറച്ചു ദൂരം നമുക്കിനി നടക്കാം. അതിരാവിലെ വരയ്ക്കുന്ന ഈ കോലങ്ങളാണ് മറ്റൊരു പ്രത്യേകത. ഓരോ വീടിന് മുന്നിലും പല ഡിസൈനിലുള്ള കോലങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇനി കൽപ്പാത്തിയുടെ രുചികളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൽപ്പാത്തിയിൽ തന്നെ ആയിക്കോട്ടെ. ആദ്യമേ ഞങ്ങൾ തൈര് സാദമാണ് പറഞ്ഞത്. അത് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഓരോ മസാല ദോശ കൂടി പറഞ്ഞു. കൽപ്പാത്തിയിലെ ഈ രുചികളും അടിപൊളിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ അഗ്രഹാരത്തിൻ്റെ പാരമ്പര്യ തനിമ ഒട്ടും കോട്ടം വരാതെ കാത്തു സൂക്ഷിക്കുന്നത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. അങ്ങനെ അഗ്രഹാരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. കൽപ്പാത്തിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.